Hsst സോഷ്യോളജി സെറ്റ് നെറ്റ് സോഷ്യോളജി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലേൺ വിത്ത് രജിത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള PSC Hsst സോഷ്യോളജിയുടെ സിലബസ് പ്രകാരമുള്ള മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റിലെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ആശയങ്ങളാണ്. അതിനുശേഷം Hsst സോഷ്യോളജി കേരള PSC UGC നെറ്റ് സോഷ്യോളജി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ പൂർണ്ണമായ വിശകലനം കൂടി നമുക്കിന്ന് ചെയ്യാം. ആദ്യമായി നമുക്ക് ഒന്ന് രണ്ട് കോൺസെപ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന കോൺസെപ്റ്റാണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ. കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റായ പിയറി ബോഡിയോ ആണ്. 1970കളുടെ ആരംഭത്തിൽ പിയറി ബോഡിയോ എന്ന് പറയുന്ന ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്നാൽ എങ്ങനെയാണ് പുതിയൊരു ജനറേഷൻ കൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പുതിയ ജനറേഷൻ പഴയ ജനറേഷൻ്റെ അല്ലെ മുമ്പുണ്ടായിരുന്ന ജനറേഷൻ്റെ കൾച്ചറിനെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൾച്ചർ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കൾച്ചർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെ ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് കൾച്ചർ റീപ്രൊഡക്ഷൻ എന്നത്. കൾച്ചറൽ റീപ്രൊഡക്ഷൻ ഈസ് ഫ്രീക്വൻറ്റ്ലി കൺസിഡർഡ് ടു describe how cultural forms and cultures themselves are transmitted to intact from one generation to another. Cultural forms means social inequality, privilege, elite status, ethnicity, etc. are the examples of cultural forms. The concept of cultural reproduction was first developed by French sociologist and cultural theorist Pierre Bourdieu in early 1970s. Cultural reproduction is a social process. It's a social process through which the culture is reproduced across the generalization. നമുക്കറിയാം ഓരോ ജനറലൈസേഷൻസും അല്ലെങ്കിൽ ഓരോ ജനറേഷൻസും അവരുടെ കാലഘട്ടത്തിലെ കൾച്ചർ എന്ത് ചെയ്യുന്നു, റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓരോ ജനറേഷൻസും അവരുടെ കൾച്ചർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ റീപ്രൊഡക്ഷൻ ഈസ് എ സോഷ്യൽ പ്രോസസ് ത്രൂ വിച്ച് ദ കൾച്ചർ ഈസ് റീപ്രൊഡ്യൂസ് അക്രോസ് ദ ജനറലൈസേഷൻ, എക്സ്പെഷ്യലി ത്രൂ ദ സോഷ്യലൈസിംഗ് ഇൻഫ്ലുവൻസിംഗ് ഓഫ് മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിയറി ബോഡിയോ ഡെവലപ്പ് ദ കൾച്ചറൽ ഡിപ്രിവേഷൻ തിയറി. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത മറ്റൊരു തിയറിയാണ് കൾച്ചറൽ ഡിപ്രിവേഷൻ തിയറി. കൾച്ചറൽ ഡിപ്രിവേഷൻ തിയറി പറയുന്നത് ഹയർ ക്ലാസ് കൾച്ചർ ആർ ബെറ്റർ വെൻ കമ്പയർഡ് ടു വർക്കിംഗ് ക്ലാസ് കൾച്ചർ എന്ന്. പിയറി ബോഡിയോ പറയുന്നത് കൾച്ചറൽ ഡിപ്രിവേഷനിൽ പറയുന്നത് എപ്പോഴും നമ്മൾ ഹയർ ക്ലാസിൻ്റെ കൾച്ചറാണ് ബെറ്റർ എന്ന് പറയുന്നത്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്ലാസിൻ്റെ കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സാധാരണ തൊഴിലാളികളുടെ കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ക്ലാസ് കൾച്ചറാണ് ബെറ്റർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റാണ് കൾച്ചറൽ ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് പെർസീവ്ഡ് സുപ്പീരിയോറിറ്റി, people from upper and middle classes believe people who are working class are themselves to blame for the failure of their children in education. Contemporary society as a death culture എന്ന് പറഞ്ഞത് ബോർഡിലാർഡാണ് കണ്ടംപററി സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഡെത്ത് കൾച്ചറാണെന്ന് പറഞ്ഞു. അടുത്ത മറ്റൊരു കോൺസെപ്റ്റാണ് കൾച്ചർ ഓഫ് പോവർട്ടി. കൾച്ചർ ഓഫ് പോവർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ഓസ്കാർ ലെവിസ് ആണ്. ഓസ്കാർ ലെവിസ് അദ്ദേഹം പറയുന്നത് ഐഡിയേഷൻ ഓഫ് കൾച്ചറൽ നോംസ് സെറ്റപ്പ് ബൈ ദ പുവർ ഫാമേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ നോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് കൾച്ചർ ഓഫ് പോവർട്ടി എന്നതിനകത്ത് ഓസ്കാർ ലെവിസ് പറയുന്നത്. ഓസ്കാർ ലെവിസ് വാസ് ദ ഫസ്റ്റ് സോഷ്യോളജിസ്റ്റ് ഹു കെയിം അപ്പ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ഓഫ് പോവർട്ടി. In his work, he managed to deliver the ideation of cultural norms set up by a poor farmer. He further explained why a poor peasant remains the same financial position. ഈ ഒരു കോൺസെപ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് പാവപ്പെട്ട കർഷകർ എപ്പോഴും ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നിൽക്കുന്നത്, അവരെന്തുകൊണ്ട് ബെറ്റർ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ റിച്ച് ആയിട്ട് മാറുന്നില്ല, അവരെപ്പോഴും ഫിനാൻഷ്യലി എപ്പോഴും പൂറായിട്ടിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് കൾച്ചറൽ പോവർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഓസ്കാർ ലെവിസ് പറയുന്നത്.
കൾച്ചർ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്കിൾ ഓഫ് സെയിം കൾച്ചറൽ നോംസ് വിച്ച് ആർ ബിലീവ്ഡ് ആൻഡ് പെർഫോംഡ് ബൈ എ ഫാർമർ വിച്ച് റെസ്ട്രിക്റ്റ് ദെയർ ഫിനാൻഷ്യൽ ഗ്രോത്ത്. ഇപ്പോൾ ഒരു ഫാർമേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെ ഒരു സൊസൈറ്റിയിൽ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് അവർക്ക് സെയിം കൾച്ചർ നോംസ് ആയിരിക്കും, അവർ പെർഫോം ചെയ്യുന്നത് സെയിം കൾച്ചേഴ്സ് ആയിരിക്കും. കാരണം അവരുടെ കൾച്ചർ എപ്പോഴും സൈക്ലിക്കലാണ്. അവരുടെ കൾച്ചറിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നില്ല. ബിക്കോസ് അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുക. അവരുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നില്ല, അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ സെയിം ഫിനാൻസാണ് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് അവരുടെ കൾച്ചർ നോംസിൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ പെർഫോമൻസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. അതിനെയാണ് കൾച്ചർ ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പുതിയ ടെക്നിക്സുകൾ, പുതിയ ടെക്നോളജി, പുതിയ ഇന്നവേഷൻസ് ഒക്കെ വന്നു, അല്ലെ ഫെർട്ടിലൈസേഴ്സ് വരുന്നു. ഇതൊക്കെ വന്നാലും കർഷകർ എന്താ ചെയ്യുന്നത്? അവർ കൺസർവേറ്റീവ് തിങ്കിങ് ആയതുകൊണ്ട് അവർ ഓൾഡ് ഐഡിയ ഉപയോഗിച്ച് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അപ്പം പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ ഇന്നവേഷൻസും ഒക്കെ കൃഷിയുടെ മേഖലയിൽ വന്നാലും ഫാർമേഴ്സ് കൺസർവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും അവരെപ്പോഴും ആ ഓൾഡ് ആയിട്ടുള്ള ഐഡിയയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കോൺസെപ്റ്റാണ് കൾച്ചർ ഓഫ് പോവർട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. കേരള PSC HSST സോഷ്യോളജി മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളും അതോടൊപ്പം 1-2 UGC നെറ്റ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളുടെയും പൂർണ്ണമായ വിശകലനമാണ്. നമുക്ക് ആദ്യം ചോദ്യത്തേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ ബോറോവിങ് ഓഫ് കൾച്ചറൽ എലമെൻറ്റ്സ് ഫ്രം another society is known as a cultural lag, B acculturation, C cultural invention, ഡി കൾച്ചറൽ ഡിഫ്യൂഷൻ. നമുക്കിപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കാണും. ബോറോവിങ് ഓഫ് കൾച്ചറൽ എലമെൻറ്റ്സ് ഫ്രം അനദർ സൊസൈറ്റി, മറ്റൊരു സൊസൈറ്റിയുടെ കൾച്ചറൽ എലമെൻറ്റിനെ നമ്മൾ ബോറോ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? അത് കൾച്ചറൽ ആകാണോ, അക്കൾച്ചറേഷൻ ആണോ, കൾച്ചറൽ ഇൻവെൻഷൻ ആണോ, കൾച്ചറൽ ഡിഫ്യൂഷൻ ആണോ? നമുക്ക് ആൻസർ ഒന്ന് പരിശോധിക്കാം. ആൻസർ ഡി കൾച്ചറൽ ഡിഫ്യൂഷനാണ്. കൾച്ചറൽ ഡിഫ്യൂഷനെയാണ് കൾച്ചറൽ അനദർ സൊസൈറ്റിയുടെ കൾച്ചറൽ എലമെൻസിനെ ബോറോ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: എത്നോസെൻട്രിസം ഹാസ് ബീൻ കോയിൻഡ് ബൈ എ GH മീഡ്, ബി ലെവീസ് കോസർ, സി WN സംനർ, ഡി എഡ്മണ്ട് ഹസ്റൽ. ഇതിൽ ആരാണ് എത്നോസെൻട്രിസം എന്നൊരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ആൻസറിലേക്ക് പോവാം. ആൻസർ സി WN സംനർ ആണ് നമ്മുടെ എത്നോസെൻട്രിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: മെറ്റീരിയൽ കൾച്ചർ ഡസ് നോട്ട് റെഫർ ടു 1 ഐഡിയാസ്, വാല്യൂസ്, ബിലീഫ്സ്, 2 ഫിസിക്കൽ ഓബ്ജക്ട്സ് ആൻഡ് മെറ്റീരിയൽസ്, 3 objects that are carefully shaped. A, only 1 is correct. B, 2 and 3 are correct. C, all the 4 are correct. D, all the 4 are wrong. ഇത് ഏതാണ് മെറ്റീരിയൽ കൾച്ചറുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതെന്ന് വെച്ചാൽ ഡസ് നോട്ട് റെഫർ എന്നാണ് പറയുന്നത്. അപ്പം മെറ്റീരിയൽ കൾച്ചറിൽ റെഫർ ചെയ്യാത്തത് ഇതിൽ പറയുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്ന ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ഈസ് കറക്റ്റ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെറ്റീരിയൽ കൾച്ചർ ഡസ് നോട്ട് റെഫർ എന്നാണ് പറയുക. അപ്പോൾ മെറ്റീരിയൽ കൾച്ചറിൽ വരാത്തത് ഏതാണെന്നാണ്. നമുക്കറിയാം മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് ടാൻജിബിൾ ആണ്, ഫിസിക്കൽ ആയിട്ടുള്ള ഓബ്ജക്ട്സിനെയാണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് ഇൻടാൻജിബിൾ ആണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഐഡിയാസും വാല്യൂസും ബിലീഫ്സും ഒന്നും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ, അതിനെയൊക്കെ നമുക്ക് നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഐഡിയാസും വാല്യൂസും ബിലീഫ്സും ഒന്നും മെറ്റീരിയൽ കൾച്ചറിൽ വരില്ല. എന്നാൽ ഫിസിക്കൽ ഓബ്ജക്ട്സും മെറ്റീരിയൽസും ഓബ്ജക്ട്സും അത് കൾച്ചറലി ഷേപ്പ് ആയിക്കോട്ടെ, ഓബ്ജക്റ്റും ഫിസിക്കൽ ഓബ്ജക്റ്റും മെറ്റീരിയൽസും ഒക്കെ മെറ്റീരിയൽ കൾച്ചറിൽ വരുന്നതാണ്. അപ്പോൾ മെറ്റീരിയൽ കൾച്ചറിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ആണ് ആൻസർ. ഐഡിയാസ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്: വെൻ വൺ വ്യൂസ് അനദർ കൾച്ചർ ഇൻഫീരിയർ ടു വൺസ് ഓൺ കൾച്ചർ. എ ഫനറ്റിസിസം, ബി എൻകൾച്ചറേഷൻ, സി ഫണ്ടമെൻ്റലിസം, ഡി എത്നോസെൻട്രിസം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരാളുടെ വ്യൂസ് മറ്റൊരാളുടെ കൾച്ചറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മറ്റൊരാളുടെ കൾച്ചർ ഇൻഫീരിയർ ആണെന്നുള്ള ഒരാളുടെ വ്യൂ തൻ്റെ കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ
മറ്റൊരാളുടെ കൾച്ചർ എന്താണ്, അതേഴ്സ് കൾച്ചർ ഇൻഫീരിയർ ആണെന്നുള്ള വ്യൂ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആൻസർ ഒന്ന് പരിശോധിക്കാം. ആൻസർ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി, എത്തനോസെൻട്രിസം. ഇപ്പോൾ എത്തനോസെൻട്രിസം എന്താണെന്ന് നമുക്കറിയാം. അവർ ഓൺ കൾച്ചർ സുപ്പീരിയർ ആണെന്നും അതേഴ്സ് കൾച്ചർ ഇൻഫീരിയർ ആണെന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതേഴ്സ് കൾച്ചർ ഇൻഫീരിയർ ആണെങ്കിൽ ആ കോൺസെപ്റ്റ് എന്താണെന്നാണ്. അതേഴ്സ് കൾച്ചർ ഇൻഫീരിയർ ആണെങ്കിൽ എത്തനോസെൻട്രിസം, സ്വന്തം കൾച്ചർ സുപ്പീരിയർ ആണെങ്കിൽ അതിനെ എത്തനോസെൻട്രിസം എന്ന് പറയാം. അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നോൺ മെറ്റീരിയൽ കൾച്ചർ. നമ്മൾ മുമ്പ് മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും പറഞ്ഞതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ എലമെൻ്റ് അല്ലാത്ത അല്ലെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നാണ്. ലാംഗ്വേജ്, എ, ബി ടെക്നിക്, സി ടെക്നോളജി ആൻഡ് ഡി ഫിലോസഫി. നമുക്ക് നോക്കാം ഏതാണ് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ പാർട്ട് അല്ലാത്തത്, അതായത് മെറ്റീരിയൽ കൾച്ചർ ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ സി, ടെക്നോളജി. നമുക്കറിയാം ലാംഗ്വേജും ടെക്നിക്സും ഫിലോസഫിയൊക്കെ എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്, നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതാണ് അല്ലേ. അതിനെ നമുക്ക് എന്തെന്ന് പറയാം, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയാം. എന്നാൽ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഓബ്ജക്റ്റാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് മെറ്റീരിയൽ കൾച്ചർ വരുന്നതാണ്. അപ്പോൾ ടെക്നോളജിയാണ് നോൺ മെറ്റീരിയൽ കൾച്ചറിൻ്റെ പാർട്ടല്ലാത്തത്. അടുത്ത ചോദ്യം ഇതാണ്, കുല ഈസ് അസോസിയേറ്റഡ് വിത്ത് എ, ട്രോബ്രൈൻറ്റ് ഐലൻഡേഴ്സ്, ബി, മെലിനോസ്കി, സി, ആൻഡമാൻ ഐലൻഡേഴ്സ്, ഡി, ഫ്രേസർ. ആൻസർ എ, ബി ആൻഡ് സി, ബി, ബി ആൻഡ് ഡി, സി, എ ആൻഡ് ബി, ഡി, എ ആൻഡ് സി. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ സി, എ ആൻഡ് ബി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കുല എന്ന് പറയുന്ന കുല എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മലിനോസ്കിയുടെ കോൺസെപ്റ്റാണ് കുല എക്സ്ചേഞ്ച്. അദ്ദേഹം സ്റ്റഡി നടത്തിയത് ട്രോബ്രൈൻറ്റ് ഐലൻഡിൽ ഉള്ള ആളുകളിലാണ്. അപ്പോൾ ആ ട്രോബ്രൈൻറ്റ് ഐലൻഡും മലിനോസ്കിയുമായിട്ട് റിലേറ്റഡ് ആണ് കുല എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡമാൻ ഐലൻഡേഴ്സ് നമുക്കറിയാം റാഡ്ക്ലിഫ് ബ്രൗണുമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ പ്രോസസ് ബൈ വിച്ച് കൾച്ചറൽ ട്രേറ്റ്സ് സ്പ്രെഡ് ഫ്രം വൺ കൾച്ചറലി ഡിസ്റ്റിൻക്റ്റ് ഗ്രൂപ്പ് ടു അനദർ. എ, എവല്യൂഷൻ, ബി, അസിമിലേഷൻ, സി, അക്കോമഡേഷൻ ആൻഡ് ഡി, ഡിഫ്യൂഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൾച്ചറൽ ട്രേറ്റ്സ് സ്പ്രെഡ് ഫ്രം വൺ കൾച്ചറലി ഡിസ്റ്റിൻക്റ്റ് ഗ്രൂപ്പ് ടു അനദർ. കൾച്ചറലി ഡിസ്റ്റിൻക്റ്റ് ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് കൾച്ചറൽ ട്രേറ്റ് സ്പ്രെഡ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ്. നമുക്ക് ആൻസർ എന്ന് പരിശോധിക്കാം. ആൻസർ ഡി, ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറിൽ നിന്ന് സൊസൈറ്റിയിൽ നിന്ന് മറ്റൊരു കൾച്ചറൽ സൊസൈറ്റിയിലേക്ക് കൾച്ചറൽ ട്രേറ്റ്സ് സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്നു പറയുന്നത് ഡിഫ്യൂഷൻ എന്ന് പറയും. മുമ്പ് ഒരു ചോദ്യം ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നു. ഡിഫ്യൂഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കൾച്ചറൽ ട്രേറ്റ്സ് സ്പ്രെഡ് ഫ്രം വൺ കൾച്ചറലി ഡിസ്റ്റിൻക്റ്റ് ഗ്രൂപ്പ് ടു അനദർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ ആൻ ഇന്ത്യൻ കപ്പിൾ പ്രിപ്പേഴ്സ് ഇറ്റ്സ് ഡോട്ടേഴ്സ് സോ ദാറ്റ് ഷീ ഈസ് അക്സെപ്റ്റഡ് ഇൻ ഹെർ ഹസ്ബൻഡ്സ് ഫാമിലി ആഫ്റ്റർ ഹെർ മാരേജ്, ഇറ്റ് ഈസ് ദ കേസ് ഓഫ് എ, സോഷ്യലൈസേഷൻ, ബി, റീസോഷ്യലൈസേഷൻ, സി, ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ, ഡി, അഡൾട്ട് സോഷ്യലൈസേഷൻ. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ സി, ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ. ഇവിടെ നമുക്കിതറിയാം ഇതൊരു സോഷ്യലൈസേഷൻ ആണെന്ന് മനസ്സിലായി. ഇന്ത്യൻ കപ്പിൾ തൻ്റെ ഡോട്ടേഴ്സിനെ, മകളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി മകളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള സോഷ്യലൈസേഷനാണ്? ബിക്കോസ് അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചായതുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മാച്ച് ദ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് 1 വിത്ത് ദ ഐറ്റംസ് ഇൻ ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൺ ബിലോ. ലിസ്റ്റ് 1, അക്കൾച്ചറേഷൻ, അസിമിലേഷൻ, accommodation, integration. List 2, a condition in which the people may work together even though there are differences in which separate them. 2, a process of adaptation in which elements of a culture from a composite whole. 3, a condition in which people of the culture tend to acquire some elements of other culture and leave some elements for their own. 4, a process wherein a majority group gradually gives up its own cultural patterns and acquire those of the dominant. Answer നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ ബി, 3, 4, 1, 2.
ഇവിടെ ചോദിച്ചിരിക്കുന്നത് അക്കൾച്ചറേഷനും അസിമിലേഷനും അക്കോമഡേഷനും ഇൻ്റഗ്രേഷനും എന്താണെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇത് നാലും. നമുക്കറിയാം അക്കൾച്ചറേഷൻ, എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൾച്ചർ ഞാൻ മനസ്സിലാക്കുന്നതാണ്, പഠിക്കുന്നതാണ്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ കൾച്ചറിനെ ലേൺ ചെയ്യുന്നതാണ് എൻകൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരാളുടെ കൾച്ചറിനെ പഠിക്കുന്നതാണ് അക്കൾച്ചറേഷൻ. അപ്പം എന്താണ് അക്കൾച്ചറേഷൻ നോക്കാം. എ കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ ഓഫ് ദ കൾച്ചർ ടെൻ ടു അക്വയർ സം എലമെൻറ്റ്സ് ഓഫ് അതർ കൾച്ചർ. മറ്റൊരു കൾച്ചറിൻ്റെ എലമെൻസിനെ അക്വയർ ചെയ്യുന്ന അല്ല ലേൺ ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൾച്ചറേഷൻ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ മറ്റൊരാളുടെ കൾച്ചറിൻ്റെ എലമെൻസിനെ അല്ലെങ്കിൽ ആ കൾച്ചറിനെ ലേൺ ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നതിനെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുക. So acculturation is a condition in which people of a culture tend to acquire some elements of other culture and leave some elements their own. Then assimilation എന്താണ്? Assimilation എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഗ്രാജുവലി ഗിവ് അപ്പ് ഇറ്റ്സ് കൾച്ചറൽ പാറ്റേൺസ് ആൻഡ് അക്വയർ ദ ഡോമിനൻ്റ്. ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ പാറ്റേൺസിനെ അക്വയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അസിമിലേഷൻ എന്ന് പറയുക. അസിമിലേഷൻ ഈസ് എ പ്രോസസ് വെയറിൻ എ മൈനോറിറ്റി ഗ്രൂപ്പ് ഗ്രാജുവലി ഗിവ് അപ്പ് ഇറ്റ്സ് ഓൺ കൾച്ചറൽ പാറ്റേൺസ് ആൻഡ് അക്വയർ ദോസ് ഓഫ് ഡോമിനൻറ്റ്. അവരുടെ കൾച്ചറൽ പാറ്റേൺ ഇത് മനസ്സിലാക്കിയെടുക്കും, അതോടൊപ്പം തന്നെ ഡോമിനൻറ്റ് കൾച്ചറിൻ്റെ അക്വയർ ചെയ്യുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുക. ദെൻ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുക. എ കണ്ടീഷൻ ഇൻ വിച്ച് പീപ്പിൾ മേ വർക്ക് ടുഗദർ ഈവൻ ദോ ദർ ആർ ഡിഫറൻസ് വിച്ച് സെപ്പറേറ്റ് ദം. ഡിഫറൻസ് വെച്ച് അവരെ സെപ്പറേറ്റ് ചെയ്താലും ഇവർ പീപ്പിൾസ് എല്ലാവരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു, വർക്ക് ടുഗദർ ചെയ്യുന്നതിനെ അക്കോമഡേഷൻ എന്ന് പറയാം. എന്നാൽ ഇൻ്റഗ്രേഷൻ എന്താണ്? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ ഫ്രം കോമ്പോസിറ്റ് വോൾ. ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള കൾച്ചറിലെ എലമെൻസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുക. അപ്പോൾ കോമ്പോസിറ്റ് വോളായിട്ട് ഒരു കൾച്ചറിന് ധാരാളം എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. കൾച്ചറിൻ്റെ ഓരോ എലമെൻറ്റ്സും കൂടെ ചേർന്നിട്ട് ആ കൾച്ചർ ഒരു കോമ്പോസിറ്റ് വോളായി കാണുകയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ പറയാം. നമ്മൾ പറഞ്ഞു കൾച്ചറിന് മെറ്റീരിയൽ എലമെൻറ്റ്സ് ഉണ്ട്, നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ എലമെൻറ്റും നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സും കൂടെ ചേർന്നാലേ അത് കൾച്ചർ ആവത്തുള്ളൂ. അങ്ങനെ കൾച്ചറിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എല്ലാം കൂടെ ചേരുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് കൾച്ചർ. അതിനെ കൾച്ചർ എന്ന് പറയാം. അതാണ് കോമ്പോസിറ്റ് വോൾ എന്ന് പറയുന്നത്. എല്ലാം കൂടെ ചേരുന്നൊരു കോമ്പോസിറ്റ് വോളാണ് കൾച്ചർ എന്ന കോൺസെപ്റ്റാണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം, അല്ലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രാൻസ്മിഷൻ ഓഫ് ട്രേറ്റ്സ് ഫ്രം വൺ കൾച്ചർ ടു അനദർ ഈസ് സോഷ്യലി ടേംഡ് ആസ് എ അക്കൾച്ചറേഷൻ, ബി ഡിഫ്യൂഷൻ, സി അസിമിലേഷൻ ആൻഡ് ഡി എൻകൾച്ചറേഷൻ. ആൻസർ നമുക്ക് പരിശോധിക്കാം. ആൻസർ നമുക്കറിയാം. ആൻസർ ബി ഡിഫ്യൂഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൾച്ചറൽ ട്രേറ്റ്സ് ഒരു കൾച്ചറിൽ നിന്നും മറ്റൊരു കൾച്ചറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? കൾച്ചറൽ ഡിഫ്യൂഷനാണ് കൾച്ചറൽ ട്രേറ്റ്സ് ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എത്നിസിറ്റി ഈസ് ഡിഫൈൻഡ് വിത്ത് ദ റെഫറൻസ് ടു എ ഇൻഹെറിറ്റഡ് ആൻഡ് അച്ചീവ്ഡ് സോഷ്യോ കൾച്ചറൽ ആട്രിബ്യൂട്ട്സ്, ബി ഇൻഹെറിറ്റഡ് പൊളിറ്റിക്കൽ പൊസിഷൻസ് ആൻഡ് അച്ചീവ്ഡ് എക്കണോമിക് ആട്രിബ്യൂട്ട്സ്, സി ഇൻഹെറിറ്റഡ് സോഷ്യോ കൾച്ചറൽ ആട്രിബ്യൂട്ട്സ്, ഡി അച്ചീവ്ഡ് സോഷ്യോ കൾച്ചറൽ ആട്രിബ്യൂട്ട്സ്. നമുക്ക് ആൻസർ ഒന്ന് പരിശോധിക്കാം. ആൻസർ സി ഇൻഹെറിറ്റഡ് സോഷ്യോ കൾച്ചറൽ ആട്രിബ്യൂട്ട്സ്. എന്താണ് എത്നിസിറ്റി? എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടുന്ന സോഷ്യോ കൾച്ചറൽ ആട്രിബ്യൂട്ട്സിനെയാണ് എത്നിസിറ്റി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ലിസ്റ്റ് 1 വിത്ത് ദ കോൺസെപ്റ്റ് ഗിവൻ ലിസ്റ്റ് 2. ലിസ്റ്റ് 1-ൽ A. Tendency of each group to take for the granted the superiority of its own culture. B. Which yields economic or political power and occupies a higher position in a society. C. People of lower castes collectively try to adopt upper caste practices and beliefs to acquire higher status. D. Explain the changes brought about the Indian societies through the Western contact. List 2 concept on 1. Westernization, 2. Dominant caste, 3. Sanskritization, 4. Ethnocentrism. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ സി 4, 2, 3, 1. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്നോസെൻട്രിസം, സാൻസ്ക്രിറ്റൈസേഷൻ, ഡോമിനൻറ്റ് കാസ്റ്റ്, വെസ്റ്റേണൈസേഷൻ ഈ പറയുന്ന കോൺസെപ്റ്റാണ്. എത്നോസെൻട്രിസം നമ്മൾ പഠിച്ചതാണ്. നമുക്കറിയാം എത്നോസെൻട്രിസം എന്ന് പറയുന്നത് ഒരാളുടെ കൾച്ചർ സുപ്പീരിയർ ആണെന്നും അതേഴ്സിൻ്റെ കൾച്ചർ ഇൻഫീരിയർ ആണെന്നുള്ള ഒരു തിങ്കിങ് ആണ്.
അപ്പോൾ എത്തനോസെൻട്രിസം ഈസ് എ ടെൻഡൻസി ഓഫ് ഈച്ച് ഗ്രൂപ്പ് ടു ടേക്ക് ഫോർ ദ ഗ്രാൻഡഡ് സുപ്പീരിയോറിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ കൾച്ചർ. അപ്പോൾ എവിടെ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി എന്ന വാക്ക് കണ്ടാൽ എത്തനോസെൻട്രിസത്തെ ഓർത്തോണം കേട്ടോ. തൻ്റെ കൾച്ചർ സുപ്പീരിയോറിറ്റി ആണെന്നും അതേഴ്സിൻ്റെ കൾച്ചർ ഇൻഫീരിയോറിറ്റി ആണെന്നുള്ളതിനെയാണ് എത്തനോസെൻട്രിസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എപ്പോഴും സുപ്പീരിയർ ആണെന്നുള്ള കോൺസെപ്റ്റാണ് എത്തനോസെൻട്രിസം. സാൻസ്ക്രിറ്റൈസേഷൻ എന്താണ്? എം എൻ ശ്രീനിവാസിൻ്റെ കോൺസെപ്റ്റ് നമുക്കറിയാം. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് ലോവർ കാസ്റ്റിലുള്ള ഇന്ത്യയിലെ ലോവർ കാസ്റ്റിലുള്ള ആളുകൾ അവർക്ക് ഹയർ സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി അപ്പർ കാസ്റ്റിൻ്റെ പ്രാക്ടീസസും ബിലീഫ്സും അക്വയർ ചെയ്യുന്നതിനെ അല്ലെ അഡോപ്റ്റ് ചെയ്യുന്നതാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ ഓഫ് ലോവർ കാസ്റ്റസ് കളക്റ്റീവ്ലി ട്രൈ ടു അഡോപ്റ്റ് അപ്പർ കാസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്സ് ടു അക്വയർ ഹയർ സ്റ്റാറ്റസ്. ദെൻ ഡോമിനൻ്റ് കാസ്റ്റ്. എന്താണ് ഡോമിനൻ്റ് കാസ്റ്റ്? എക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി പവറായിട്ടുള്ള സൊസൈറ്റിയിൽ പവറായിട്ടുള്ള കാസ്റ്റിനെയാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. അവർക്ക് സൊസൈറ്റിയിൽ ഹയർ പൊസിഷൻ ആയിരിക്കും. ഹയർ പൊസിഷനുള്ള ഒരു ഗ്രൂപ്പാണ് ഡോമിനൻ്റ് കാസ്റ്റ് എന്നത്. ഡോമിനൻ്റ് കാസ്റ്റ് വിച്ച് yields economic or political power and occupies a higher position in society. ദെൻ അനദർ കോൺസെപ്റ്റ് ആണ് വെസ്റ്റേണൈസേഷൻ. നമുക്കറിയാം വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കോണ്ടാക്റ്റിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു വെസ്റ്റേൺ കോണ്ടാക്റ്റ് ഉണ്ടായപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ചേഞ്ചസ് ഉണ്ടായി. ആ ചേഞ്ചിനെയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുക. നമ്മുടെ സൊസൈറ്റിയിൽ വെസ്റ്റേൺ കോണ്ടാക്റ്റ് ഉണ്ടായി, യൂറോപ്യൻ കോണ്ടാക്റ്റ് ഉണ്ടായപ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചറിൽ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടായി, സോഷ്യൽ ചേഞ്ച് ഉണ്ടായി. അതിനെയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുക. വെസ്റ്റേണൈസേഷൻ എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ദ ഇന്ത്യൻ സൊസൈറ്റീസ് ത്രൂ ദ വെസ്റ്റേൺ കോണ്ടാക്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് പീസ് ആൻഡ് സൊസൈറ്റി ആൻഡ് കൾച്ചർ? എ ആർ ദേശായി, ബി റോബർട്ട് റെഡ്ഫീൽഡ്, സി എം എച്ച് മീഡ്, ഡി ആർ എച്ച് ലവി. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ ബി റോബർട്ട് റെഡ്ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു കോയിൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ഓഫ് പോവർട്ടി? എ ഓസ്കാർ ലെവിസ്, ബി വാൾട്ടർ ബി മില്ലർ, സി റോബർട്ട് റെഡ്ഫീൽഡ് ആൻഡ് ഡി എം എൻ ശ്രീനിവാസ്. ആൻസർ നമുക്ക് കിട്ടി. ആൻസർ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആൻസർ എ ഓസ്കാർ ലെവിസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ കോഡ്സ് ഗിവൻ ബിലോ. ലിസ്റ്റ് 1 കൾച്ചറൽ ആർക്ക്, A cultural arc, B primary group, C Sanskritization, D organic solidarity. List 2 H Cooley, 2 M N Srinivas, 3 W F Ogburn, 4 E Durkee. ആൻസർ നമുക്കൊന്ന് പരിശോധിക്കാം. ആൻസർ ബി 3 1 2 4. നമുക്കറിയാം കൾച്ചറൽ ആഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വില്യം ഓഗ്ബേണിൻ്റെതാണ്. പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജി എച്ച് കൂലിയുടെയാണ്. എം എൻ ശ്രീനിവാസിൻ്റെ കോൺസെപ്റ്റാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്നത്. സാൻസ്ക്രിറ്റൈസേഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഓർഗാനിക് സോളിഡാരിറ്റി ആൻഡ് മെക്കാനിക് സോളിഡാരിറ്റി. ഓർഗാനിക് സോളിഡാരിറ്റി മെക്കാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം ഡർക്കിമിൻ്റെതാണ്.